സുലോചന. സുലോചന. എത്ര വർഷമായി ഇവിടെ ആറ്റുകാല് പൊങ്കാലിടാൻ തുടങ്ങിയിട്ട്? ഒരു 50 വർഷത്തോളം ആവണം. 50 വർഷത്തോളം മുടങ്ങാറില്ല. കഴിയുന്ന 1-2 വർഷം മാത്രം മുടങ്ങിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. എന്തെങ്കിലും ആകസ്മികമായിട്ടുള്ള വീട്ടിലെ കാരണങ്ങൾക്കാൾ മുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അങ്ങനെ തോന്നിപ്പിക്കും ഇടണം. മുന്നൊരുക്കം മീൻസ് വീടൊക്കെ വൃത്തിയാക്കി വെക്കുക, സാധനങ്ങളൊക്കെ വാങ്ങുക, ഗസ്റ്റ് ഒക്കെ വരും, അവരെയൊക്കെ നമ്മൾ സന്തോഷിപ്പിക്കുക. പിന്നെ അവർക്ക് പൊങ്കാലിടാനുള്ള സൗകര്യം ഞങ്ങളുടെ മുറ്റത്ത് ഒരുക്കി കൊടുക്കുക. വീട്ടില് വേറെ ആൾക്കാർ, ബന്ധുക്കളുടെ ഫ്രണ്ട്സുകളൊക്കെ വരാറുണ്ട്, മക്കളുടെ ഫ്രണ്ട്സ് വരാറുണ്ട്, ഫാമിലി ഫ്രണ്ട്സ് വരാറുണ്ട്. അപ്പൊ നമ്മുടെ സ്ഥല പരിമിതിക്കനുസരിച്ച് നമുക്ക് വേണ്ട സൗകര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നതാണ് നമ്മുടെ തൃപ്തി. എന്തെങ്കിലും ഈ ആഗ്രഹങ്ങൾ ഉണ്ട്. ധാരാളം. പൊങ്കാലയാണ് ദേവിക്ക് ഇഷ്ടം. പൊങ്കാലയാണ് ദേവിയുടെ ഇഷ്ട അർച്ചന. അപ്പൊ നമ്മൾ ഇവിടെ പോയി നമ്പൂതിരിയുടെ എന്തെങ്കിലും പറഞ്ഞാലും നമ്പൂതിരി പറയുന്നെന്ന് വെച്ചാൽ നിങ്ങൾ 101 കൊല്ലം പൊങ്കാല നേരുക. 101 കൊല്ലം പൊങ്കാലയൊക്കെ ഇങ്ങനെ ഇവിടെ ഇടാറുണ്ട് ആൾക്കാര്. 101 കൊല്ലം പൊങ്കാല നേരുക, അല്ലെങ്കിൽ 51 കൊല്ലം പൊങ്കാല നേരുക. അങ്ങനെയൊക്കെയാണ് ഇവിടെ മേൽശാന്തി നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ 101 കലം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിൻ്റെതായുള്ള 10 പേര് വേണം. 10 പേര് 10 കലം വെച്ചിടും. അല്ല ഒറ്റ ആൾക്ക് നിന്ന് ചെയ്യാൻ പറ്റത്തില്ല. ബുദ്ധിമുട്ടാണ്. തീ കത്തിക്കണം, അത് തിളയ്ക്കുന്ന നോക്കണം, പിന്നെ അതിന് ശർക്കര ഇടണം. ശർക്കര ഒരു പായസമേ ഇടത്തുള്ളൂ, ബാക്കിയൊക്കെ വെള്ളയാണ് ഇടുന്നത്. വെള്ളയാണ്, വെള്ളയും പായസവും. കഴിഞ്ഞ വർഷത്തേക്കാൾ ആൾക്കാർ ഈ വർഷം വരുന്നു. എല്ലാ വർഷവും കൂടുതലാ, ഒന്നിനൊന്ന് ഓരോ വർഷം ചെല്ലുന്തോറും കൂടുതലാ. പിന്നെ വിളക്ക് കെട്ട് ഒരു നേർച്ചയുണ്ട്, അത് ദേവിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് വിളക്ക് കെട്ട്. ഇത്തിരി എമൗണ്ട് കൂടുതലാണ് വിളക്ക് കെട്ടിന്. ഏകദേശം 1 ലക്ഷം 1.5 ലക്ഷം രൂപയാവും. അതൊക്കെ വലിയ നേർച്ചയാണ്. അതൊക്കെ അത് ചെയ്താൽ നമുക്ക് എന്തായാലും അടുത്ത വർഷം ആ ദേവി എന്തെങ്കിലും ഒരു വലിയ, നമ്മൾ ആ 1.5 ലക്ഷം ചെയ്യുന്നതിന് പകരം ഒരു 10 ലക്ഷത്തിന്റെ ഒരു ലാഭം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരും. അങ്ങനെയൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഇവിടുത്തെ ചൈതന്യം. ഈ ഉത്സവം തുടങ്ങുന്നതിന് മുന്നേ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും അമ്പലം സന്ദർശിക്കാറുണ്ട്. എല്ലാ ദിവസവും നമുക്ക് കയറി തൊഴാനൊന്നും പറ്റത്തില്ല. ജസ്റ്റ് സെക്കൻഡ് ഒരു ഇവിടെ പോലീസുകാരും വോളണ്ടിയേഴ്സിന്റെ ഒക്കെ വിലക്ക് കാരണം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മുഖം കാണിക്കുക, പോവുക, അത്രേ ഉള്ളൂ. ഈ അന്നദാനത്തിനൊക്കെ പങ്കെടുക്കാറുണ്ട്. പിന്നെന്ത്, അന്നദാനം 4 സ്ഥലത്തും ഉണ്ട്. വ്രതം പൊങ്കാലയുടെ നമ്മള് 10 ദിവസവും നമ്മള് മത്സ്യം മാംസം ഒന്നും കഴിക്കാറില്ല. സസ്യം ഇതൊക്കെ തന്നെ വെജിറ്റേറിയൻ തന്നെയാണ്. പക്ഷെ അന്ന് പൊങ്കാല ദിവസവും സാധാരണ നമ്മുടെ വീട്ടില് 3-4 കറികളൊക്കെ വെച്ച് വരുന്നവർക്ക് കൊടുക്കുന്നു. ഈ അമ്പല പരിസരത്താണ് വീടെന്ന് പറഞ്ഞില്ലേ, ഈ പൊങ്കാല കഴിഞ്ഞതിന് ശേഷമുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? പൊങ്കാല കഴിഞ്ഞതിന് ശേഷം കോർപ്പറേഷന്റെ വണ്ടികൾ വന്ന് ഉടൻ തന്നെ ചവറൊക്കെ നീക്കം ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് 7:30 മണി മുതൽ രാത്രി 2:45-3 മണി വരെ ഇങ്ങനെ ദേവിയെ അനുഗമിച്ചുള്ള വാഹനങ്ങളും പിന്നെ അതിനുള്ള ആഘോഷങ്ങളും കുത്തിയോട്ട നേർച്ച എന്ന് പറഞ്ഞുണ്ട്. കുത്തിയോട്ടത്തിന്റെ കൂടെ കളികളും ഇങ്ങനെ പലതും മുന്നോടി അതിന് ശേഷം വരാറുണ്ട്. ഈ വർഷത്തിൽ ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പിന്നെ ഓണം മറ്റുള്ള ആഘോഷങ്ങളെക്കാളും ഏറ്റവും വലുത് ഇവിടുത്തെ പരിസരവാസികൾക്ക് ആറ്റുകാൽ പൊങ്കാലയാണ്. ഭാനുമതി. ഇത് അമ്പലം ചെറുതായിരുന്നപ്പോഴേ തുടങ്ങി. നമ്മൾ അച്ഛന്റെ കടയാണ്. അപ്പൊ ഈ പൊങ്കാല വരുമ്പോഴത്തേക്ക് കച്ചവടമൊക്കെ എങ്ങനെയാണ്? കച്ചവടമൊക്കെ ഇവിടെ പൊങ്കാല വരുമ്പോ കച്ചവടം ഭയങ്കര തിരക്കായതുകൊണ്ട് കുറവല്ല, എന്നാലും ഇവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് വാങ്ങിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ആളുകൾക്ക്. നമ്മൾ ചാലയിൽ കിട്ടും. തിരക്കായതുകൊണ്ട് കച്ചവടം കുറവാണ്. വാങ്ങിക്കാനുള്ള സൗകര്യങ്ങൾ കാണൂല ആളുകൾക്ക്. ഉണ്ട്. ഇപ്രാവശ്യം ഇടുന്നില്ല. എന്റെ ഒരു സഹോദരൻ മരിച്ചു. വില കൂടുതലാണ്. ബാധിക്കുന്നുണ്ട്. ഇങ്ങനെ ബൾക്കായിട്ടുള്ള ഓർഡർ ഒന്നും വരാറില്ല. ഇങ്ങനെ ഒരുപാട് ഒന്നിച്ചെടുക്കുന്ന ഈ പൊങ്കാല ആവശ്യം വെച്ച് എല്ലാവരും ഇങ്ങനെ വഴിപാടായിട്ടൊക്കെ കൊടുക്കുമല്ലോ, അപ്പോഴൊക്കെ കിട്ടാറുണ്ടോ? ഈ വട്ടം എങ്ങനെയാ? ഈ വർഷം അങ്ങനെ താലപ്പൊലി എല്ലാം കിട്ടും. താലപ്പൊലി അപ്പോഴത്തൊക്കെ കിട്ടുമല്ലേ? എന്നാലും നേർച്ചയായിട്ട് കൊടുക്കാറുണ്ടോ? കടയിൽ നിന്ന് ഡയറക്റ്റ് കൊടുക്കാറുണ്ട്. ചേട്ടന്റെ പേരെന്താ? എത്ര
എത്ര നാളായിട്ട് ഇങ്ങനെ ഈ 55 കൊല്ലം വരെ 55 കൊല്ലമായിട്ട് ഇതേ കച്ചവടം തന്നെ? അച്ഛന്റെ കാലത്തുള്ള എന്റെ അച്ഛന്റെ കാലത്ത് അച്ഛന്റെ കാലം തൊട്ട് ഇത് തന്നെയാണ്. ഈ വട്ടം എത്ര ചെട്ടി വരെ ഈ കലം വരെ പോകുന്നാണ് വിചാരിക്കുന്നത്? 5000 വരെ പോകും. കഴിഞ്ഞ വട്ടത്തെക്കാൾ കൂടുതൽ ജനങ്ങൾ വരുമെന്ന് വിചാരിക്കുന്നു. സ്ഥിരമായിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്നവരല്ലാണ്ട് ഇങ്ങനെ പുറത്തുള്ളവർ വന്നിങ്ങനെ വിൽക്കാറുണ്ടോ? ഇവിടെ അങ്ങനെ അലൗഡാണ്? അതൊന്നും കുഴപ്പമില്ല. ഇങ്ങനെ പോലീസിന്റെ ഒന്നും ഇങ്ങനെ ഒന്നുമില്ല, കുഴപ്പമൊന്നും പ്രശ്നങ്ങളും? ഞങ്ങളിവിടെ 55 കൊല്ലം കൊണ്ട് ഒതുക്കി വെച്ച് ചെയ്യാണ്. അതുകൊണ്ട് പിന്നെ അങ്ങനെ വേറെ ലീഗലായിട്ടുള്ള ഈ കലം വിൽക്കാനായിട്ട് ലൈസൻസോ അങ്ങനെ എന്തെങ്കിലും എടുക്കേണ്ടതായി? വേണ്ട നമ്മൾ കോർപ്പറേഷനെ ഒരു 500 രൂപ ഇപ്പൊ കരം കൊടുക്കേണ്ടി വരും. കരം കൊടുക്കണം സ്ഥലത്തിനല്ലേ? 500 രൂപ. അതേ ഉള്ളൂ. അതവര് കഴിഞ്ഞ വർഷം മുതൽ തുടങ്ങി. കഴിഞ്ഞ വർഷം മുതൽ കോർപ്പറേഷൻകാർ വിൽക്കുന്നതിനുള്ള ടാക്സ്. ഈ പൊങ്കാല കഴിഞ്ഞതിന് ശേഷം ഈ കലമൊക്കെ ഇങ്ങനെ ഉപേക്ഷിച്ച് പോകാറുണ്ടോ? ഉപേക്ഷിച്ച് പോകാറുണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ സൈസ് അനുസരിച്ച് നമ്മള് വളരെ വില കുറവാണ്. വില കുറവാണ്.